ഇതുപോലത്തെ നല്ല സീനറിയൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഓഫ് കോഴ്സ് വിചാരിക്കും എങ്ങാണ്ടോ പോവാണല്ലോ എന്നല്ലേ. കറക്റ്റാണ്, ഞങ്ങൾ ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ കൂടുതൽ താമസിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കമിംഗ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ വിചാരിക്കുമല്ലോ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ദിസ് ട്രിപ്പ് ഈസ് ടു ഡർബൻ. ഞങ്ങൾ ഡർബന് പോയത് കഴിഞ്ഞ 2024 ഡിസംബർ ആ ടൈമിലാണ്. ഹോളിഡേയ്സ് ആണല്ലോ പൊതുവെ. അപ്പോൾ പിന്നെ എവിടെയെങ്കിലും പോകണമല്ലോ എന്ന് വിചാരിച്ച് ഡർബൻ പ്ലാൻ ചെയ്തു. പക്ഷേ ഇതിപ്പം ഓൾമോസ്റ്റ് മോർ ദാൻ ലൈക്ക് 1 month കഴിഞ്ഞു. സോറി ഫോർ ദ ഡിലേ. ചിലവരൊക്കെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് 1 മാസം കഴിഞ്ഞപ്പോൾ ഇടാൻ തോന്നിയതെന്ന്. ആക്ച്വലി കുറച്ച് ബിസി ആയിപ്പോയി. ഡർബനെ കുറിച്ച് പറയുവാണെങ്കിൽ അത് ഒരു 3rd മോസ്റ്റ് പോപ്പുലർ സിറ്റി ഇൻ സൗത്ത് ആഫ്രിക്കയാണ്. പിന്നെ അതുപോലെ തന്നെ ലാർജസ്റ്റ് സിറ്റി ഇൻ ദ പ്രൊവിൻസ് ഓഫ് ക്വസുലു നറ്റാൽ. ക്വസുലു നറ്റാൽ എന്ന് പറയുന്നത് ഒരു പ്രൊവിൻസ് ആണ് സൗത്ത് ആഫ്രിക്കയിലെ. ഡർബനിൽ ഇഷ്ടം പോലെ ബീച്ചസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ ഇൻഫ്ലുവൻസ് ഉള്ളൊരു സ്ഥലമാണ് ഡർബൻ. ഈ സ്ഥലത്ത് എന്തൊക്കെയാ കാണാനുള്ളതെന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. മോസസ് മബീദ സ്റ്റേഡിയം ഉണ്ട്, ഉഷാഗ മെറൈൻ വേൾഡ് ഉണ്ട്, ഡർബൻ ബൊട്ടാനിക്കൽ ഗാർഡൻസ് ഉണ്ട്, പിന്നെ സൺകോസ്റ്റ് കസിനോ ആൻഡ് ഹോട്ടൽസ് ഉണ്ട്, ഉംഗേനി റിവർ ബേർഡ് പാർക്ക് ഉണ്ട്, ഗോൾഡൻ മൈൽ ഡർബൻ, പിന്നെ ഡർബൻ നാച്ചുറൽ സയൻസ് മ്യൂസിയം, ഹോളിവുഡ് ബീച്ച്, കിങ്സ്മെഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം, ഡർബൻ സിറ്റി ഹാള്, പിന്നെ വിൽസൺ വോഫ്, അവിടെ ക്രൂസ് നമുക്ക് ചെയ്യാം, വിക്ടോറിയ സ്ട്രീറ്റ് മാർക്കറ്റ് ഉണ്ട്, ഹോവിക് ഫോൾസ് ഉണ്ട്, നോർത്ത് ബീച്ച് ഉണ്ട്, പിന്നെ ഉംഗേനി സ്റ്റീം റെയിൽവേ ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഞാൻ പറയുന്നതും പറയാത്തതുമായിട്ടുള്ള ലോട്ട് ഓഫ് തിങ്സ് ഉണ്ട് അവിടെ കാണാൻ. ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഒരു 80% ഓഫ് സ്ഥലങ്ങൾ ഞങ്ങൾ പോയി കണ്ടു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പാർട്ട് 1 and 2 ആയിട്ട് ഇടുന്നതായിരിക്കും. സോ ദിസ് ഇസ് പാർട്ട് 1 ഓഫ് ഡർബൻ ട്രിപ്പ്. ഇതൊരു 5 days-ൻ്റെ ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഞങ്ങളും പിന്നെ വേറൊരു ഫാമിലി ഫ്രണ്ട്സോടാണ് പോയത്. അപ്പോൾ ഡർബനെ പറ്റി ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാണുന്നത് ഞങ്ങൾ ഓൺ ദ വേ ടു ഡർബൻ അവിടെ വെച്ച് കണ്ട ചെറിയൊരു വാട്ടർഫോൾ ആണ്. വാട്ടർഫോൾ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് നിർത്തി 2 വീഡിയോ ഒക്കെ എടുത്തു, ഇത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ എത്തിയത് ഹോവിക് ഫോൾസിലാണ്. ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ കുറച്ച് ബോട്ട് റൈഡ്സ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞത്. വേറെയും ചില ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ബുക്ക് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അവിടുത്തെ ഹോവിക് ഫോൾസ് ഒക്കെ കണ്ടിട്ട് അപ്പോഴത്തേക്കിന് ആക്ച്വലി ലഞ്ച് ടൈം ആയിരുന്നു. അപ്പോൾ കഴിപ്പും കഴിഞ്ഞ് ഫോട്ടോയും എല്ലാം എടുത്ത് അതിലേക്കൂടെ ജസ്റ്റ് വിൻഡോ ഷോപ്പിംഗ് ഒക്കെ നടത്തി ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഹോവിക് ഫോൾസ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല കൃത്യം ടൈമിൽ അവിടെ നല്ല അടിപൊളി റെയിൻബോ താഴെ ഉണ്ടായിരുന്നു. അതായിരുന്നു അവിടുത്തെ ഹൈലൈറ്റ് എനിക്ക് തോന്നിയത്. ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള വാട്ടർഫോൾസിലൊന്നും ഞാൻ ഇങ്ങനെ റെയിൻബോസ് കണ്ടിട്ടില്ലായിരുന്നു. ആ ഏരിയയിൽ ഫുള്ള് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റോൾസ് പോലെ പല പല കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ക്ലോത്ത്സ് ആവട്ടെ, ആഫ്രിക്കൻ ആർട്ടാവട്ടെ, ഒത്തിരി കാര്യങ്ങൾ. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാവരും കുറച്ച് പ്രൈസസ് ഒക്കെ ഹൈ ആക്കി ഇട്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ പ്രൈസ് നോക്കി പോകുന്നവരായതുകൊണ്ടൊന്നും മേടിക്കത്തില്ല. അല്ലാത്ത ടൂറിസ്റ്റൊക്കെ ആകുമ്പോൾ പ്രൈസ് ഒന്നും നോക്കത്തില്ല, കണ്ടു ഇഷ്ടപ്പെട്ടു മേടിച്ചു, അത്രേ ഉള്ളൂ. ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഉള്ളവർ സ്വന്തമായിട്ട് സ്വന്തം കൈകൾ കൊണ്ട് ചെയ്ത ഓരോ ഐറ്റംസ് ആണ്. ബീഡ് വർക്ക് ആവട്ടെ, അങ്ങനത്തെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ കിട്ടും. ഇവിടുത്തെ വിൻഡോ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ റെഡിയായി. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് നെൽസൺ മണ്ടേല ക്യാപ്ചർ സൈറ്റ് ആണ്. അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന ബ്യൂട്ടിഫുൾ സീനറിയാണ്. നല്ല പച്ചപ്പോ ഹരിതാപവും മലയാളത്തിൽ പറഞ്ഞാൽ. നെൽസൺ മണ്ടേല ക്യാപ്ചർ സൈറ്റിനെ പറ്റി ചെറുതായിട്ട് ഇവിടെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ നടന്ന് അതിനകത്തോട്ട് കയറുകയാണ്. നെൽസൺ മണ്ടേല ഓടിച്ച പണ്ടത്തെ കാറാണ് ഇവിടെ വിസിറ്റിംഗ് സെന്ററിൽ വെച്ചിരിക്കുന്നത്. കാറൊക്കെ കണ്ടു കഴിഞ്ഞ് അടുത്ത ഏരിയയിലോട്ട് ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ ഒരു വലിയ എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ട്. നെൽസൺ മണ്ടേലയുടെ ഉപയോഗിച്ച ഓരോ സാധനങ്ങളും, ഫോണും കഴിച്ച പ്ലേറ്റും, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ മുറിയുടെ ചുറ്റും ഫുള്ള് വലിയ സ്ക്രീൻസ് വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ റിപ്പീറ്റഡായിട്ട് നടന്ന സംഭവങ്ങളും
അങ്ങനത്തെ പല പല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ആ നടന്ന സംഭവം ക്യാപ്ചറിൻ്റെ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വീഡിയോ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഈ വിസിറ്റിംഗ് സെൻറ്റർ എന്ന് പറയുമ്പം നെൽസൺ മണ്ടേലയുടെ ഫുൾ ലൈഫിനെ പറ്റിയുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും ഇവിടെ വന്നാൽ. അതുപോലെ തന്നെ 1962 നടന്ന നെൽസൺ മണ്ടേല അറസ്റ്റിനെ ആസ്പദമാക്കിയാണ് ഇത് അവർ ഒരു ടൂറിസ്റ്റ് സൈറ്റായിട്ട് അത് ആക്കിയെടുത്തത്. നെൽസൺ മണ്ടേലെ ക്യാപ്ചർ ചെയ്ത ആ ഒരു സ്റ്റോറിയാണ് അവരിവിടെ ഈ സ്ക്രീനിനകത്ത് ഫുള്ള് കാണിച്ചുകൊണ്ടിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിൻ്റെ പാട്ടാണിത്. ഫുള്ള് ഞാൻ കാണിക്കുന്നില്ല, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബോറടിച്ചാലോ എന്ന് വിചാരിച്ചാണ്. ആ എക്സിബിഷനൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഒരു ഫോട്ടോ ഒരു പെർട്ടിക്കുലർ വ്യൂവിലെടുത്താൽ നെൽസൺ മണ്ടേലയുടെ തല കാണത്തക്ക രീതിയിലുള്ളൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു സംഭവം അവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പതുക്കെ നടക്കുവാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ പുള്ളി ജനിച്ചപ്പോൾ തൊട്ടാന്ന് തോന്നുന്നു, എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല, ജനിച്ച തൊട്ട് മരിച്ചിടം വരെയുള്ള പുള്ളിയുടെ ഹിസ്റ്ററി ഫുള്ള് ആ ഒരു ഓൺ ദ വേയിൽ അവിടെ ഇങ്ങനെ ഓരോ പോൾസ് പോലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ എടുക്കുന്നിടം വരെയുള്ള ആ ഒരു ലോങ് വാക്ക്, അത് ഒരു 1.5 വാക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് നല്ല വെയിലും ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു കറക്റ്റ് വ്യൂ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നെൽസൺ മണ്ടേലയുടെ ഹെഡ്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ. പിന്നെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ. ഫസ്റ്റ് ഡേ ഓഫ് ഡർബൻ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അത് അത്യാവശ്യം ഉള്ളേരിയയിലാണ്, പൈൻ ടൗൺ എന്ന് പറയും ആ സ്ഥലം. പ്രോപ്പർ ഡർബനിലല്ല, ഞങ്ങൾ കുറച്ചുള്ളിലാണ് താമസിച്ചത്. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാൽ പോയതെങ്കിലും സ്റ്റേ കണ്ടുപിടിക്കാൻ ഒരു ഇച്ചിരി പാടുപെട്ടു. കാരണം ലൊക്കേഷൻ കാണിക്കുന്നത് വേറൊരു സ്റ്റേയുടെ മുമ്പിലും ഈ പ്രോപ്പർ സ്റ്റേ ഇച്ചിരൂടെ ഫ്രണ്ടിലായിട്ട് വരുന്നു. അതുകൊണ്ട് ഒന്ന് കറങ്ങി ചെറുതായിട്ട്. നേരത്തെ ഞങ്ങൾ ഈ ബുക്കിംഗ് ചെയ്തായിരുന്നു സ്റ്റേയുടെ. കാരണം ആ ഒരു ക്രിസ്മസ് ടൈം ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അപ്പം നേരത്തെ കാലത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അന്നേരം ലാസ്റ്റ് മിനിറ്റിൽ. ഈ കാണുന്നതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ആ ഒരു സ്ഥലം. വലിയ കുഴപ്പമില്ലായിരുന്നു, എന്നാലും വലിയ പോഷൊന്നും അല്ല, ആവറേജ്, ബിലോ ആവറേജ് എന്നൊക്കെ വേണം പറയാം. ഞങ്ങൾ 3 റൂംസാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിൽ ഒരെണ്ണമാണിത്. ഡ്രൈ ഏരിയ ഉണ്ട്, പുറത്ത് അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ മുകളിലാണ് ഓപ്പൺ ഏരിയ ആണ് ഇവിടുത്തെ ബെഡ്, ഡബിൾ ബങ്ക് ബെഡൊക്കെ ഉണ്ട് ഇവിടെ. കൂട്ടത്തിൽ ഇച്ചിരി കാണാൻ കൊള്ളാവുന്നത് ഈ ഒരു മുറിയും ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ വിചാരിച്ചു ഇത് തന്നെ നിങ്ങളെ കാണിക്കാമെന്ന്. അപ്പോൾ ഇതൊരു കിച്ചൺ ഏരിയ ആണ്, അപ്പുറത്ത് ബാത്റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഇത് വേറെ താഴെ ഒരു കുഞ്ഞ് ലിവിങ് ഏരിയയും അപ്പുറത്ത് ഒരു ബെഡ്റൂമും ഉണ്ട്. ഒരു 4 to 6 അത്രയും പേർക്കൊക്കെ ഇവിടെ താമസിക്കായിരിക്കും. അപ്പോൾ ഫ്രണ്ടിലെ വ്യൂ കഴിഞ്ഞു, ഇനി അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ പൂളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചാടണമെന്നൊക്കെ വിചാരിച്ചിട്ടും പക്ഷെ ചാടാനുള്ള സമയമോ സാഹചര്യമോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അടുത്ത മുറി ഈ ഒരു ഏരിയയിലായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ജോർജീന പൂച്ചയാണ് ഇവിടുത്തെ അവരുടെ പെറ്റ്. പിന്നെ മുമ്പിലോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിൽ ഉള്ളതായിരുന്നു ഞങ്ങളുടെ മുറി. പിന്നെ അത് കഴിഞ്ഞിട്ട് മണ്ടയ്ക്കോട്ട് വേറെ അവിടെ ഇങ്ങനെ കുറച്ച് പ്ലേ ഏരിയ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അവിടെ കുറച്ചൊരു ഗ്രൗണ്ട് പോലൊക്കെ ഉണ്ട് അവിടെ. പിന്നെ അതുപോലെ തന്നെ അവിടെ ഈവനിങ് വന്ന് ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ളൊരു ചെറിയൊരു ഷെഡ് പോലൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ചാടി ചാടി പോകുന്നതാണ് അന്നയും അലക്സും. അപ്പം നിങ്ങൾ അവരെ പുറകാലെ പരിചയപ്പെടുന്നതായിരിക്കും. ആൻഡ് ഓൾസോ പാർട്ട് 2-ൽ അവരുടെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യും. അപ്പം ഞാൻ മൈക്ക് പാർട്ട് 2 വീഡിയോയിൽ അവർക്ക് കൈമാറുന്നതാണ്. ഞങ്ങളവിടെ സ്റ്റേയിൽ ഒന്ന് സെറ്റിലൊക്കെ ആയി ബാഗെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ചുകൂടെ സമയമുണ്ടല്ലോ എന്നാൽ ഒരു ബീച്ചിൽ പോകാമെന്ന്. അപ്പം അടുത്തായിട്ട് കണ്ടത് നോർത്ത് ബീച്ചാണ്. അപ്പം പിന്നെ ഞങ്ങൾ ബീച്ചിൽ പോയൊന്ന് വെള്ളത്തിലൊന്ന് ചാടിയിട്ട് വരാമെന്ന് വിചാരിച്ചു. പ്രതീക്ഷിച്ചതിലും ആക്ച്വലി തിരക്ക് കുറവായിരുന്നു. അതും ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നതുകൊണ്ട് തിരക്ക് തോന്നിക്കാത്തതാണോ എന്നറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം വൃത്തിയുള്ളൊരു ബീച്ചായിരുന്നു നോർത്ത് ബീച്ച്. ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ കാണുമ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു ഇവിടെ വല്ലതും ഒരു ഫ്ലാറ്റ് മേടിച്ചിരുന്നെങ്കിൽ ഡെയിലി സൺറൈസും സൺസെറ്റും ഈ ബീച്ചിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ രാവിലെ എണ്ണേക്കായിരുന്നു, രാത്രി കിടക്കായിരുന്നു എന്നൊക്കെ ഓരോ ആഗ്രഹങ്ങളിലും നമ്മുടെ. ഈ ബീച്ച് കാണുമ്പോൾ അതിനൊരു പ്രത്യേക എഫക്റ്റ് ഉണ്ട് നമ്മളിൽ. എത്ര റിട്ടയർ ആയാലും എത്ര പ്രായമുള്ളവരാണേലും പിന്നെയും ഒരു 18-20 വയസ്സ് അല്ലെങ്കിൽ കൊച്ചിനെ പോലെ ബിഹേവ് ചെയ്യാനുള്ള എല്ലാ ചാൻസസും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ.
നിങ്ങളീ കാണുന്നത് സാൻഡ് ആർട്ടാണ് അവിടെ ആരോ ചെയ്തത്. പിന്നെ അതിലെ ഇങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ ഇങ്ങനെ അവിടുത്തെ ആ ഒരു വ്യൂ ആണിതെല്ലാം. ഇവിടെ കുറച്ച് ഡക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നു, ഫോട്ടോയൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. അങ്ങനെ ആ ഈവനിങ് അന്നത്തെ ദിവസം ഞങ്ങൾ എൻഡ് ചെയ്തു. പിന്നെ തിരിച്ച് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയി. വെൽക്കം ടു ദ സെക്കൻഡ് ഡേ ഓഫ് ഡർബൻ ട്രിപ്പ്. ഞങ്ങൾ സെക്കൻഡ് ഡേ ആയിട്ട് പോയത് ഉങ്കേനിയ റിവർ ബേർഡ് പാർക്കിലാണ്. അപ്പം നിങ്ങൾക്ക് ഓഫ് കോഴ്സ് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ, ലോട്ട്സ് ഓഫ് ബേർഡ്സ് ഉണ്ട്, അതിൻ്റെ ഷോസ് ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാം അത് കണ്ടു, നല്ലതായിട്ട് എൻജോയ് ചെയ്തു. ഇവിടെ ഇരിക്കുന്ന ഈ കിളികൾ ഇങ്ങനെ സ്റ്റാച്യു പോലെ ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുവായിരുന്നു. അപ്പൊ അതിനെ മിമിക് ചെയ്യുന്ന അന്നാമയാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ഒരനക്കം പോലും ഇല്ല, അത് ഭയങ്കര സ്റ്റാച്യു പോലെ ഇരിക്കുന്നത്. ഈ ഓരോ ബേർഡ്സിനെ പറ്റി ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ എനിക്ക് തന്നെ വലിയ ഐഡിയ ഒന്നുമില്ല. ഇപ്പൊ പേര് പോലും ഒന്നിന്റെ ഞാൻ അധികം ഓർക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഈ ബേർഡ്സിനെ പറ്റി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചിലപ്പോൾ എന്നെക്കാളും കൂടുതൽ ഈ ബേർഡ്സിനെ പറ്റി അറിയായിരിക്കും. സോ ഞാൻ ഒന്നും പറയുന്നില്ല. ഈ ബേർഡ് പാർക്കിൽ തന്നെ ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ സംശയിച്ചതുപോലെ തന്നെ അത് ഒറിജിനൽ ഒന്നുമല്ല, ആർട്ടിഫിഷ്യൽ ആണ്. ഇപ്പൊ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്, ഇച്ചിരി കഴിയുമ്പോൾ അത് നിൽക്കും. ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കഴിയുമ്പം വീണ്ടും വരും. അപ്പോൾ അതെന്തോ മെക്കാനിസമാണ് അവർ ചെയ്തിരുന്നത്. ഞാനിങ്ങനെ ബേർഡ്സ് എക്സ്പ്ലനേഷൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, ഓരോ ബേർഡും അതിൻ്റെ പേരും അതിൻ്റെ സ്കള്ളും ഒക്കെയാണ് അവരിവിടെ വെച്ചിരിക്കുന്നത്, എക്സിബിറ്റ് ചെയ്ത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതിൻ്റെ ഓരോ വ്യത്യാസങ്ങളും നമുക്ക് കാണാം, ഓരോ തലയുടെ ബേർഡ്സിൻ്റെ. അപ്പോൾ നിങ്ങളത് കണ്ട് എൻജോയ് ചെയ്യൂ ഇച്ചിരി നേരം. ബേർഡ് പാർക്കിൽ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞായിരുന്നു ബേർഡ് ഷോ ഉണ്ട്. അതിങ്ങനെ ഡിഫറെൻറ്റ് ടൈമിലായിട്ടാണ് അവർ ഷോ ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കുറേ ഫ്രീ ആയിട്ട് പാരറ്റ്സും ഒക്കെ ഇങ്ങനെ ലൈക്ക് ഓപ്പൺ എയറിൽ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇങ്ങനെ കേജസിനകത്താണ് ബേർഡ്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ചെറിയൊരു സ്റ്റേഡിയം പോലെ അവർ ബേർഡ് ഷോയ്ക്ക് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മിനിമം ഒരു 5 ബേർഡ്സിനെ അവർ കാണിച്ചു ബേർഡ് ഷോയിൽ. അതിലൊരു പാരറ്റൊക്കെ നമ്മുടെ തലയുടെ മണ്ടയ്ക്കൂടെയൊക്കെ പറന്നുപോയി. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാൻ ഇച്ചിരി ലേറ്റായിരുന്നു. പിന്നെ എല്ലാവരും അവിടെ ഇരിക്കുന്നതുകൊണ്ട് അതിന് ഷോ ഓഫ് ചെയ്ത് അവിടെ നിൽക്കണം, തിരിച്ച് കയറി പോകാൻ വയ്യ ഷോ കഴിയുമ്പോൾ. അങ്ങനെ രസമായിരുന്നു. പിന്നെ ചില ബേർഡ്സ് ഇങ്ങനെ കാല് കാണുമ്പോൾ കൊത്തും എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ടായിരുന്നു. സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് യാ, ഇറ്റ് വാസ് നൈസ്. ബേർഡ് ഷോയിൽ കാണിച്ച എല്ലാ ബേർഡ്സിനെ പറ്റിയും അവരിങ്ങനെ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, അതിനെപ്പറ്റി, അതിൻ്റെ ജീവിതശൈലി, അങ്ങനത്തെ എല്ലാം. പിന്നെ ഈ കാണുന്ന ബേർഡ് ഇങ്ങനെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്ക് രസകരമായിട്ട് തോന്നി. ആക്ച്വലി ഇതിൻ്റെ പേര് ഹെറിറ്റേജ് എന്നാണ്. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ക്ലോസ് വ്യൂ അതിൻ്റെ ഐയുടെ. അപ്പം നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. കാണുന്ന ബേർഡിനെ പറ്റി രണ്ടു പേർക്ക് പറയാതിരിക്കാൻ വയ്യ. ഹെറിറ്റേജ് എന്നാണ് ഇതിൻ്റെ പേരെന്നാണ് അവിടെ ബേർഡ് ഷോ കാണിച്ചവർ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പം നമ്മൾ ഇതിൻ്റെ ഐലാഷസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ പെണ്ണുങ്ങൾ ഇങ്ങനെ എക്സ്റ്റൻഷൻസൊക്കെ ഐലാഷസ് വെക്കുന്നത് പോലെ അത്രയ്ക്ക് നാച്ചുറലായിട്ടാണ് അതിൻ്റെ ഐലാഷസ് ഉള്ളത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്. അപ്പോൾ അത് പെണ്ണുങ്ങളൊക്കെ ഈ ബേർഡിനെ എൻവിയസ് ആയിട്ട് നോക്കുന്നു എന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞത്. അപ്പോൾ അതെനിക്ക് രസമായിട്ട് തോന്നി. അതാണ് ആ ഒരു പോയിന്റ് മാത്രം ഞാൻ ഷെയർ ചെയ്തത്. പിന്നെ ഈ കാണുന്നൊരു കിളിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഹലോ ഹലോ വിളിച്ച് നമ്മുടെ അറ്റൻഷനൊക്കെ ഇങ്ങനെ സീക്ക് ചെയ്ത് നമ്മുടെ കൂടെ കളിക്കുമായിരുന്നു. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് മോസസ് മബീദ സ്റ്റേഡിയത്തിലാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സ്റ്റേഡിയമാണ്. ഇവിടെ റെനോവേഷൻസ് ഒക്കെ അവിടെ നടക്കുമായിരുന്നു. ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു സ്റ്റേഡിയമും നമുക്ക് അവിടെ പുറത്ത് നിന്ന് കാണാൻ പറ്റും. അതും ഇതിൻ്റെ അത്രയും വലിപ്പമില്ലാന്ന് തോന്നുന്നു.
ബഞ്ചി ജമ്പിങ് പിന്നെ ഏറിയൽ ഹൈക്കിങ് അത് രണ്ടുമാണ് ഞാൻ കേട്ടിരുന്നത്. പക്ഷേ ഇവിടുത്തെ റെനോവേഷൻ കാരണം അതെല്ലാം നിർത്തിവെച്ചിരിക്കുവായിരുന്നു. ബഞ്ചി ജമ്പിങ് ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല പേടിയുണ്ട്. പക്ഷേ ട്രൈ ചെയ്താൽ കൊള്ളാന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷേ നോ ലക്ക്. ആണുങ്ങളെല്ലാം ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ ഇരിക്കുന്നുണ്ട്. ഒബ്വിയസ്ലി ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് എവിടെ തിരിഞ്ഞാലും ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തു. പിന്നെ ആക്ച്വലി കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഓൾമോസ്റ്റ് 1 hour എങ്ങാണ്ട് വെയിറ്റ് ചെയ്തു അവിടെ. ബിക്കോസ് അതിൻ്റെ ഈ ഓരോ സ്ലോട്ടുണ്ട് ഓരോ ടൂറിന്. അപ്പോൾ കുറേ ആൾക്കാർ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ഗൈഡ് കാണും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബോറടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഡർബൻ്റെ ഹോൾ മാപ്പ് എവിടുന്നോ കിട്ടിയത്. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു. എവിടെ പോകാൻ പറ്റും, എന്തൊക്കെ ബീച്ചസ് ഉണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഗൈഡ് വന്നിട്ട് ഞങ്ങൾ ആ ഒരു ടൂറ് തുടങ്ങി. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള വീഡിയോസാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസിഡൻഷ്യൽ ബിസിനസ് ക്ലബിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ നല്ല പോഷായിട്ടുള്ള ഫുൾ എ സി ആണ്. ഫുൾ എ സി. ആ ചൂടത്ത് അതിനകത്തോട്ട് കയറിയപ്പോൾ എന്തൊരു സുഖമായിരുന്നെന്നറിയാമോ. ഇനി കാണിക്കുന്ന വീഡിയോസൊക്കെ സ്പോർട്സ് താല്പര്യമുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. പിന്നെ അതുപോലെ പല ടീമിൻ്റെ ഫാൻസ് അങ്ങനെയൊക്കെ. ഞാൻ സ്പോർട്സ് ഫാനല്ല. സോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ല. ഈ വീഡിയോ മോസസ് ബഡീബ എല്ലാ സ്പോർട്സ് ഫാൻസിനും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങൾ അറ്റ്ലീസ്റ്റ് എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത്. ഈ കാണുന്നത് സ്റ്റേഡിയത്തിലേക്കുള്ള എൻട്രൻസ് ആണ്. ആക്ച്വലി ഇത് ബിസിനസ് അല്ലെങ്കിൽ പ്രസിഡൻസ് അങ്ങനത്തെ ആൾക്കാർ വന്നിരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അവരുടെ വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവർ ഗൈഡ് പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കുക, നിങ്ങൾ അതിൻ്റെ വ്യൂ എൻജോയ് ചെയ്യുക. എന്നിട്ട് ഇതിനെപ്പറ്റി ഓരോന്നൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. ഈ കളേഴ്സ് ഓറഞ്ച്, യെല്ലോ, ബ്ലൂ എന്നൊക്കെ ഉള്ള കളേഴ്സ് ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ. അപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ അതിൻ്റെ മുകളിലത്തെ നിങ്ങൾ കാണുന്ന ആർച്ച് പോലെ ഉള്ള സ്ഥലത്താണ് ഏറിയൽ ഹൈക്കിംഗ് ഉള്ളത്. അവിടെ തന്നെയാണ് ഈ ബഞ്ചി ജമ്പിങ് ഉണ്ടെന്ന് അവർ ഞങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തത്. അതുപോലെ ഈ റിനോവേഷൻ കാരണം അത് നിർത്തിവെച്ചു എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് കാണാൻ ഞങ്ങൾ സ്പോർട്സ് ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ആ സ്റ്റേഡിയത്തിൻ്റെ അപ്പോൾ ക്ലോസ് വ്യൂ ആണ്. അപ്പോൾ നമുക്ക് കാണാം എത്ര വലിപ്പമുള്ള സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു ഹോൾ വ്യൂ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതിൻ്റെ സീറ്റിങ്ങിൻ്റെ കളറ് ബ്ലൂ, ഓറഞ്ച് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ബീച്ചിലേക്ക് ഒരു സീ ഇങ്ങനെ അടിച്ച് കയറുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. വൺസ് ഇൻ എ ലൈഫ് ടൈം ഒന്ന് കയറി കാണുന്നതിനോട് കുഴപ്പമൊന്നുമില്ല. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് ഉംലാങ്ക റോക്സ് ബീച്ചിലാണ്. ഇവിടെ അത്യാവശ്യം തിരക്കുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മേ ബി അതിൻ്റെ ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു സ്ട്രക്ചർ കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. നോർത്ത് ബീച്ചും ഈ ഉംലാങ്ക റോക്സ് ബീച്ചും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ എനിക്ക് നോർത്ത് ബീച്ചാണ് കുറച്ചുകൂടെ വൃത്തിയായിട്ട് തോന്നിയത്. ഇത് കുറച്ചുകൂടെ നമ്മുടെ ഒരു നാട്ടിലെ ഒരു ബീച്ച് പോലെ കുറച്ച് വേസ്റ്റൊക്കെ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇവിടത്തെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞു കേട്ടത് ഡോൾഫിൻസിനെ കാണാം എന്നൊക്കെയാണ്. പക്ഷേ മേ ബി ടൈമിംഗ് ശരിയായി കാണത്തില്ലായിരിക്കാം. മേ ബി ഏർലി മോർണിംഗ് ആയിരിക്കാം ഡോൾഫിൻസ്. ഏതായാലും വി ഡിഡ്ന്റ് ഹാവ് എനി ലക്ക് ടു സീ ദ ഡോൾഫിൻസ്. ഈ ബീച്ചിന്റെ പേര് പോലെ തന്നെ ഇഷ്ടംപോലെ റോക്സ് ഉണ്ടായിരുന്നു. മേ ബി ഈ ലോട്ട് ഓഫ് റോക്സ് ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ തന്നെ അതിൻ്റെ പേര് പോലെ ഇട്ടിരിക്കുന്നത് അവർ. ഇവിടെ പിന്നെ എക്സ്ട്രാ ആയിട്ട് ഞാൻ കണ്ടത് ഒരു ലൈറ്റ് ഹൗസ് ആണ്. കഴിഞ്ഞ ബീച്ചിൽ പോയതിനകത്തൊന്നും ലൈറ്റ് ഹൗസ് ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. നല്ല തിരയുണ്ടായിരുന്നു ഏതായാലും ഈ ബീച്ചിൽ. ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. എന്താണെന്നറിയത്തില്ല. പക്ഷെ നോർത്ത് ബീച്ചിൽ പോയപ്പോൾ വെള്ളം അത്യാവശ്യം കുഴപ്പമില്ലാതായിരുന്നു. ഇത് ഇച്ചിരി തണുപ്പ് കൂടുതലായിരുന്നു. പിന്നെ എല്ലാവരും അതങ്ങ് ഓട്ടോമാറ്റിക്കലി യൂസ്ഡായി. എല്ലാവരും വെള്ളത്തിലിറങ്ങി. ഡോൾഫിൻസിനെ കാണാനുള്ള യോഗമില്ലായിരുന്നെങ്കിലും കുറേ ഷിപ്സ് കണ്ടു. എനിക്ക് തോന്നുന്നൊരു 5 or 6 എണ്ണം കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം സൂം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫോണിൽ സൂം ചെയ്തിട്ടുണ്ട്. അത്ര ക്ലിയർ അല്ല, എന്നാലും നിങ്ങൾക്ക് കാണാമല്ലോ ആ ഷിപ്പ് പോകുന്നത്. ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയത് ഏതാണെന്ന് വെച്ചാൽ ഡർബൻ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ്. അത്യാവശ്യം നല്ല വൃത്തിയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ആയിരുന്നു. പിന്നെ ആസ് ഓൾവേസ് ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ദ ഹോൾ ഗാർഡൻ ഇങ്ങനെ ഫുൾ ട്രീസ് ലൈറ്റ് കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുമായിരുന്നു. എവിടെ നോക്കിയാലും ക്രിസ്മസിൻ്റെയും ഹോളിഡേയ്സിൻ്റെയും ഡെക്കറേഷനും ഒക്കെ ആയിരുന്നു അവിടെ. ഇതിൻ്റെ എൻട്രൻസ് ഫീ ഒന്നുമില്ല, ഇത് ഫ്രീ ആണ്.
ബട്ട് രാത്രിയിൽ ഇങ്ങനെ ലൈറ്റ്സ് എല്ലാം ഓൺ ആയിട്ട് അവിടെ എന്തോ കോൺസേർട്ടോ അങ്ങനത്തെ എന്തോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് അതിന് നമ്മൾ പേ ചെയ്താലേ പോകാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ വൈകിട്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയില്ല. ഇവിടെ സ്നോമാനെയും ക്രിസ്മസ് ഫാദറായിട്ടൊരു മരത്തെയും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് അവരവിടെ മുമ്പിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈച്ച് ആൻഡ് എവറി ട്രീയിൽ എല്ലാത്തിനകത്തും ലൈറ്റ്സ് ആയിരുന്നു, ചുറ്റി 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 വെച്ച്. ഇപ്പോൾ രാത്രിയിലൊക്കെ വന്ന് എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇവിടെ. ഒത്തിരി അതുപോലെ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കാണാം ടവർ, ഗിഫ്റ്റ് ബോക്സ്, അങ്ങനെയൊക്കെ ഓരോ ഡിസൈൻസ് ഉണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളായിരുന്നു ഫുള്ള്. ഞാനൊരു 3-4 ബൊട്ടാണിക്കൽ ഗാർഡൻസിൽ ഇവിടെ ജോബർഗിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലുമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഡർബൻ ബൊട്ടാണിക്കൽ ഗാർഡൻസ് തന്നെയാണ്. ഇവിടെ ഇഷ്ടം പോലെ ഫ്ലവേഴ്സും കാക്ടസ് ട്രീസും അല്ലാത്ത ട്രീസും ഫ്രൂട്ട് ട്രീസും എല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഒരു ഏരിയയിൽ വന്നപ്പോൾ അവിടെ ഇങ്ങനെ കുറേ റൈനോസിൻ്റെ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് കുറേ സ്കൂളുകാരിങ്ങനെ എക്സിബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ സ്കൂൾസിലെ ചിൽഡ്രൻ ഇങ്ങനെ ഓരോ പ്ലാസ്റ്റിക് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ റൈനോയെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. വീണ്ടും ക്രിസ്മസിനെ ഓർമ്മപ്പെടുത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്രിസ്മസ് ഫാദറിനെയും റെയിൻഡിയേഴ്സിനെയും ഒക്കെ ക്രിയേറ്റീവായിട്ട് അവർ ഒരു പോണ്ടിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു അതും കാണാൻ. എല്ലാം നല്ല രസകരമായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻസ്. അതുപോലെ തന്നെ താമര, പിന്നെ അവിടെ നിറച്ച് കിളികളായിരുന്നു, കൂടൊക്കെ വെച്ച് നല്ല സൗണ്ടായിരുന്നു അവിടെ കിളികളുടെ. നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാൻ. അതുപോലെ ബട്ടർഫ്ലൈസിനെയൊക്കെ അവിടെ നല്ല രീതിക്ക് ഓരോ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സും കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് 2 ചെയേഴ്സൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ പീസ്ഫുള്ളായിട്ട് ആ ബേർഡ്സൊക്കെ ചുവപ്പ് ചെയ്യുന്ന കേട്ട് ഇങ്ങനെ ഇരിക്കാം. നല്ല ഭംഗിയായിരുന്നു മൊത്തത്തിൽ ഈ ഫസ്റ്റ് പാർട്ട് ഓഫ് ഡർബൻ ട്രിപ്പ്. ഈ ബാക്കി സെക്കൻഡ് പാർട്ടി വിശേഷങ്ങൾ പറയാം. ടിൽ ദെൻ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ശ്വേതാസ് ഡയറീസ്. ബൈ ബൈ.